ഹായ് ആർമി, ഞാൻ ചൂസിന് വേണ്ടി 13 എപ്പിസോഡായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് കമൻറ്റ് എന്തായാലും ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ്. പാർത്ത് ഇന്ന് നന്ദൻ്റെ മോടെ കല്യാണത്തിന് നീ വരില്ലെന്ന് പറഞ്ഞു. അന്നാ നൈറ്റ് റിസപ്ഷനെങ്കിലും വരുമോ? അമ്മ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ല, ഓഫീസിൽ ഒരുപാട് പണിയുണ്ട്. എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് എങ്ങനെ ശരിയാകുക? തിലോക്ക് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അവനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ നീയും കൂടി വരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് എങ്ങനെയാ? അമ്മ, ഓഫീസിൽ ഒരുപാട് വർക്ക് പെൻഡിങ് കിടക്കുന്നുണ്ട്. തിലോക്ക് US പോയിട്ട് വന്നതുകൊണ്ട് അവൻ എന്തായാലും ഓഫീസിൽ വരാൻ പറ്റില്ല, വയ്യെന്നവൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തന്നെ അത് മുഴുവനും ചെയ്യണം. അത് ശരിയാ പാർത്ത്, പക്ഷെ നന്ദൻ നമ്മുടെ ഫാമിലി ഫ്രണ്ട് അല്ലേ? നമ്മുടെ വീട്ടിൽ എന്ത് ചടങ്ങ് നടത്തി അവർ കുടുംബത്തോടെ വന്നതെല്ലാം കൂടിയിട്ടേ പോകുള്ളൂ. അപ്പം നമ്മളും അങ്ങനെ ആയിരിക്കണ്ടേ? പിന്നെ ഇന്ന് കല്യാണത്തിന് ഞാനും ദേവേട്ടൻ രവിയുമായ മാത്രമേ പോകുന്നുള്ളൂ. അമ്മ ഇത് ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞു. അമ്മയ്ക്ക് ഇന്ന് ഇവിടെ ഹോസ്പിറ്റൽ അപ്പോയിൻമെൻ്റ് ഉണ്ട്. പിന്നെ ലച്ചു കോളേജിൽ പോവാ. ഋത്തികും കാരണം രവിയുടെ ഓഫീസിൽ എന്തോ ചെറിയ പരിപാടി ഉള്ളതുകൊണ്ട് അമ്മമാർ അങ്ങോട്ട് പോവാന്ന് പറഞ്ഞു. ഇതാ ഇപ്പോഴത്തെ ഇവിടെ അവസ്ഥ. നൈറ്റ് റിസപ്ഷനിൽ എല്ലാവരും ചേർന്ന് പോകണ്ടേ? സിദ്ധു അമ്മയും ലച്ചുവും കരണും ഋത്തിക്കും അവരൊക്കെ നൈറ്റ് റിസപ്ഷന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ തിലോകം മാത്രമേ വരാത്തേ ഉള്ളൂ. അവിടെ ഉള്ളവരൊക്കെ എൻ്റെ മക്കളുണ്ടായാലും എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ എന്താ അവരോട് പറയേണ്ടത്? അമ്മ, ഞാൻ വരാം. പക്ഷെ നിങ്ങൾ ആരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. ഞാൻ ഓഫീസിൽ നിന്ന് അങ്ങോട്ട് വന്നേക്കാം. അത് മതി പാർത്ത്, നീ എന്തായാലും വന്നാൽ മതി. അന്ന് ഞാൻ ഇറങ്ങും അമ്മ, നൈറ്റ് കാണാം. ആ പാർത്ത്. ത്രിലോക്, പറ. നിനക്ക് എന്ത് പറ്റിയിടാ? എനിക്കൊന്നും പറ്റിയില്ല. നിനക്കൊന്നും പറ്റിയില്ലെന്നൊക്കെ എനിക്ക് മനസ്സിലായി. മീനുവിൻ്റെ കാര്യമാണെങ്കിൽ ഞാനത് ചുമ്മാ പറഞ്ഞതാ. എനിക്ക് ലച്ചു എങ്ങനെ, അതുപോലെ തന്നെ മീനും, ഞാൻ അവളെ അനിയത്തിയെ പോലെ കണ്ടിട്ടുള്ളൂ. പിന്നെ വലിയമ്മയും കുഞ്ഞമ്മയൊക്കെ ചുമ്മാ തമാശ പറഞ്ഞതാ, ഞാനും അങ്ങനെ പറഞ്ഞത്. അതിന് നീ ഇങ്ങനെ മുഖം വീർപ്പിക്കണം എന്തിനാ? ഞാൻ മുഖമൊന്നും വീർപ്പിച്ചില്ല. ഓക്കെ, നീ മുഖമൊന്നും വീർപ്പിച്ചില്ല, അതൊക്കെ നീ വിട്. അതിൻ്റെ അടുത്ത പ്ലാൻ എന്താന്ന് പറ. നീ ഇത്രയൊക്കെ ചെയ്തു കൂട്ടി നീ ചുമ്മാ ഇരിക്കുവാണല്ലോ, നീ അടുത്തതൊന്നും ചെയ്യുന്നില്ലേ? നീ ഇങ്ങനെ ചുമ്മാ ഇരിക്കാനാണെങ്കിൽ ലച്ചുവിൻ്റെ ബർത്ത്ഡേ എൻഗേജ്മെൻറ്റും കല്യാണം എല്ലാം കഴിയും. ഞാൻ ഇത്രയും ദിവസം ചുമ്മാ ഇരിക്കുമായിരുന്നാണ് സിദ്ധ കരുതിയത്. ഇത്രയും ദിവസം കൊണ്ട് ഞാൻ ആവശ്യം എല്ലാം ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ പാർട്ടി നല്ല രീതിയിൽ കൊണ്ടിട്ടുമുണ്ട്. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്ലാൻ എന്നുകൊണ്ട് കാര്യത്തിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകും. നീ എന്താ ചെയ്യാൻ പോകുന്നേ? അത് ഞാൻ പറയില്ല സിദ്ധു. അത് ഞാൻ ഇപ്പൊ പറഞ്ഞു ആ ടൈമിൽ നിന്റെ ആക്ടിങ് തീരെ ശരിയല്ലാതാക്കും. അതൊക്കെ നീ അപ്പൊ തന്നെ കണ്ടങ്ങ് മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഇത്രയും ദിവസം എന്താ ചെയ്ത് കൂട്ടിയെന്നും ഇന്നെന്താ ചെയ്യാൻ പോകുന്നതെന്നും. നീ എന്ത് ചെയ്തു കൂട്ടിയാലും വേണ്ടില്ല, ലച്ചുവിനെ നിനക്ക് കിട്ടിയാൽ മതി. അതിനുവേണ്ടി ഈ കാണിച്ചു കൂട്ടുന്ന എല്ലാത്തിനും ഞാനും കാരണം നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അതെനിക്കറിയാം ചേട്ടാ. നിങ്ങളും കാരണം എന്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ലച്ചു, അവൾ എന്റേതാ, അവൾ എനിക്കുള്ളതാ. അവളുടെ അവകാശം എനിക്ക് മാത്രമേ ഉണ്ടാകാമുള്ളൂ. പിന്നെ ചിലവരൊക്കെ പറയുന്ന പോലെ നമുക്ക് ഇഷ്ടമില്ലാത്തവരോട് ജീവിച്ചിട്ട് എന്തിനാണെന്ന്. അതെന്നെ സംബന്ധിച്ചൊരു മാറ്ററേ അല്ല. അവൾക്ക് എന്നെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, പക്ഷെ എനിക്ക് അവളെ ഇഷ്ടമാണ്, അത് മതി. ക്ലാസ് റൂമിൽ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുന്ന ലച്ചുവിൻ്റെ അടുത്തേക്ക് മീനു വന്നു. ഈ ലച്ചു നിനക്ക് എന്താണ് പറ്റിയത്? കുറച്ച് ദിവസം ശ്രദ്ധിക്കുന്നു. ഒന്നുമില്ലടി. ഒന്നുമില്ലെന്ന് നീ പറയണ്ട. എന്തുകൊണ്ട് നിന്റെ മോൻ കണ്ടാൽ തന്നെ അറിയാം. പറ, എന്താ കാര്യം? നീ കരുതുന്ന പോലെ ഒന്നുമില്ല. പിന്നെ എൻഗേജ്മെന്റും കല്യാണമൊക്കെ അല്ലേ, അതിന്റെ കാര്യം ഓർത്തിട്ട്. അതിന് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ എൻഗേജ്മെന്റും കല്യാണമൊക്കെ ജീവിതത്തിൽ ഒരു തവണ നടക്കുന്ന കാര്യം അല്ല. രണ്ടാമത്തെയും മൂന്നാമത്തെയൊക്കെ നടക്കാം, പക്ഷെ ആദ്യത്തെ പോലെ ആകില്ലല്ലോ. അതുകൊണ്ട് ആ ടൈം നമ്മൾ നന്നായിട്ട് അടിച്ചു പൊളിക്കേണ്ടതാണ്. അല്ല, ഇന്ന് നിങ്ങളെല്ലാവരും കുടുംബത്തോടെ ആരുടെ റിസപ്ഷന് പോവാന്നല്ലേ പറഞ്ഞു? നീ പോകുന്നുണ്ടോ? ആടി, നൈറ്റ് പോകണം. സാർ ഇതുവരെ പോയില്ലേ? ഇല്ല കാര്യം, കുറച്ചും കൂടെ പണിയുണ്ട്. അല്ല, ഇന്ന് അച്ഛനില്ലല്ലോ, പിന്നെ തനിക്കെന്തോട് പരിപാടി? ഞാനിന്ന് ലീവായിരുന്നു. ദേവ് സാർ ഇല്ലല്ലോ. പിന്നെ ഞാനിപ്പം ഇങ്ങനെ വന്നതേ ഉള്ളൂ. ഒരു ഫയൽ ഞാനിവിടെ മറന്നു വെച്ചിരുന്നു, അതെടുക്കാൻ വന്നതാ. ആണോ? എന്നിട്ട് താൻ എടുത്തോ? പോകാൻ ഇറങ്ങുമായിരുന്നു? എടുത്തു. ഞാൻ പോകാൻ ഇറങ്ങുമായിരുന്നു, അപ്പോഴാണ് സാറിനെ കണ്ടത്. അല്ല, ഇന്ന് നിങ്ങൾക്കൊന്ന് ഫാമിലി റിസപ്ഷൻ ഉണ്ട്, എല്ലാവരും നൈറ്റ് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് സാറ് പോകുന്നില്ലേ? ആ കാരണം പോകണം. ഈ 2 ഫയലും കൂടെ നോക്കിയിട്ട് പോകാമെന്ന് വെച്ചിരിക്കുക. പിന്നെ സാർ അന്ന് കാർ നന്നാക്കാൻ ആ വർക്ക്ഷോപ്പിൽ ചെറുക്കൻ വന്നായിരുന്നു. അവനോട് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് വരണമെന്ന്. പിന്നെ ഞാൻ തിരക്കാനാണ് വിളിച്ച് ചോദിച്ചില്ല, സാറിനോടും ചോദിച്ചില്ലല്ലോ. കിരൺ, താൻ എന്താ പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. സാറിന് മനസ്സിലായില്ലേ? സാർ മിനിയാന്ന് സാറും ലച്ചുമാടും കൂടെ സാറിൻ്റെ ഗസ്റ്റ് ഓഫീസിൽ പോയില്ലായിരുന്നു. അവിടുന്ന് ഇറങ്ങണ വഴിക്ക് സാറിൻ്റെ കാറ് സ്റ്റാർട്ടാകുന്നുണ്ടായിരുന്നില്ല. അപ്പം എന്നെ ലച്ചുമാടം വിളിച്ചിട്ട് അടുത്ത് വല്ല വർക്ക്ഷോപ്പ് ഉണ്ടെന്ന് അറിയോ, അവിടുത്തെ ആരെങ്കിലും അറിയാമെങ്കിൽ ഇങ്ങോട്ടൊന്ന് വിടാമോ എന്ന് ചോദിച്ചെന്നെ വിളിച്ചില്ലായിരുന്നു.
എന്നിട്ട് ഞാൻ അപ്പം തന്നെ അടുത്തുള്ളൊരു വർക്ക്ഷോപ്പിൽ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ അവിടുത്തെ ചെറുക്കൻ വരാമെന്ന് പറയുകയും ചെയ്തു. ഞാൻ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. പിന്നെ അവൻ വന്നില്ലെന്ന് ഞാൻ തിരക്കില്ലായിരുന്നു. ഞാൻ ഇച്ചിരി തിരക്കായതുകൊണ്ട് ഞാൻ വിളിച്ച് ചോദിച്ചില്ല. ആ സമയത്ത് ലക്ഷ്മി മാഡം പറഞ്ഞത് സാറ് കാർ ശരിയാക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് മാഡം വിളിച്ചത്, സാറ് വിളിക്കാൻ പറഞ്ഞെന്നും പറഞ്ഞായിരുന്നു. അന്നത്തെ കാര്യം അത് ഞാൻ പെട്ടെന്ന് ചോദിച്ചപ്പോൾ മറന്നുപോയി. ഓൾറെഡി ഫുൾ ടെൻഷനൊക്കെ അല്ലേ, അത് കാരണം അന്നാ ചെറുക്കൻ വന്നായിരുന്നു. അന്ന് കാർ ശരിയാക്കിയിട്ടാണ് പോയത്. അത് സാരില്ല സാർ, എനിക്ക് മനസ്സിലായി സാർ, ഇത് മറന്നു പോയിരുന്നു. ഓൾറെഡി ടെൻഷനും കാര്യങ്ങളിലൊക്കെ ഇല്ലേ, അത് സാരിയില്ല. എന്നാൽ ഞാൻ ഇറങ്ങും കേട്ടോ സാർ. താങ്ക്സ്. അതന്ന് തന്നെ പറയണ്ടായിരുന്നു, പക്ഷേ ഞാൻ പറയാൻ പറ്റിയില്ല. അന്ന് താൻ ആ ചെറുക്കനെ വിട്ടില്ലെങ്കിൽ ശരിക്കും ഞങ്ങളവിടെ പെട്ടുപോയാൻ. പിന്നെ ആ ചെറുക്കൻ്റെ നമ്പർ തൻ്റെ കയ്യിലുണ്ടോ? ഞാനത് നമ്മളോട് ചോദിച്ച് വിളിക്കുന്ന കാര്യം മറന്നുപോയി. ഇനി എന്തെങ്കിലും ആവശ്യം അവരെ തന്നെ വിളിക്കാമല്ലോ. അയ്യോ, താങ്ക്സിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ ചെക്കൻ നമ്മുടെ കയ്യിലുണ്ട്, ഞാനിപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്തേക്കാം. ഹലോ ഹലോ, ഇത് ഹരിയാണോ? ഞാൻ ഹരിയ. ഇതാരാ സംസാരിക്കുന്നത്? ഞാൻ തനിക്ക് കരുൺദാസിനെ അറിയില്ലേ? ഞാൻ പുള്ളിയുടെ ഫ്രണ്ടാണ്. ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. കനസാറിനെ അറിയാലോ, കനസാറിന്റെ ഫ്രണ്ടാണോ? എന്താ സാറേ, എന്ത് ചോദിക്കാനാണ് വിളിച്ചേ? അത് വേറൊന്നുമല്ല, മിനിയാന്ന് കരണാണെങ്കിൽ ഒരു ഫാം ഹൗസിൽ ചെല്ലാൻ പറഞ്ഞ് തന്നെ വിളിച്ച് ലൊക്കേഷനൊക്കെ തന്നില്ലായിരുന്നോ? അപ്പോൾ അവിടെ ഒരു ചെറുക്കനും പെണ്ണും ഉണ്ടായിരുന്നില്ലേ? ആ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ പേരെന്താണെന്ന് പറയാമോ? ആ സാറിന്റെ പേര് എന്നോട് ത്രിലോക് എന്നാ പറഞ്ഞ, ത്രിലോക്. പിന്നെ മാഡത്തിന്റെ പേര് സാറ് ലച്ചു എന്നെങ്ങാണ്ടോ വിളിക്കുന്ന കേട്ടത്. ലച്ചു അങ്ങനെ എന്താണ്ടോ. ഞാനിപ്പോൾ തന്നെ തനിക്ക് വാട്സപ്പിനായിട്ട് ഫോട്ടോ ഇട്ട് തരാം. ആ ഫോട്ടോയിലുള്ളവരാണോ താൻ അവിടെ കണ്ടേന്നും കൂടെ ഒന്ന് പറയണേ. സാർ, ഞാൻ ഫോട്ടോ കണ്ടു, അത് ആ സാറും മാഡം തന്നെയാണ്. ഹരി, താങ്ക്സ്. ഓഫീസിൽ നിന്ന് റിസപ്ഷൻ നടത്തുന്ന അടുത്തേക്ക് എത്തുന്ന പാർത്ത്. പാർത്ത്, നീ വന്നു. ഞാൻ നിന്നെ നോക്കിയിട്ട് നേരം നിൽക്കുമായിരുന്നു. ഇവിടെ എല്ലാവരും ചോദിച്ചോടി നീ ത്രിലോകം എന്ത് ചെയ്യുന്നു. ഞാൻ പിന്നെ പറഞ്ഞു ത്രിലോകിന് വയ്യ, നീ ഇപ്പം തന്നെ വരുമെന്ന്. വാ, വന്നെല്ലാവരോടും സംസാരിക്കേ. അമ്മ വരുവാ. അല്ല അമ്മ, ലച്ചു എന്തിയേ? ലച്ചുമോള് വന്നില്ലടാ. ഞങ്ങളൊക്കെ ഇറങ്ങുന്ന സമയത്ത് അവൾക്ക് വയറുവേനയെന്ന് പറഞ്ഞു. അവൾ വരുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളവിടെ നിർത്തിയിട്ട് പോകുന്നു. പിന്നെ ത്രിലോകം അവിടെ ഉണ്ട്. ഇപ്പം ത്രിലോകോട് മര്യാദയ്ക്കൊക്കെ സംസാരിക്കും, പെരുമാറൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പേടിക്കണ്ടല്ലോ എന്ന് കരുതി ഞങ്ങളവിടെ നിർത്തിയിട്ട് പോകുന്നു. നിർമ്മല നേരെ പാർത്തിനെ വിളിച്ച് എല്ലാവരും എടുത്തിട്ട് കൊണ്ടുപോയി. എല്ലാവരും പാർത്തിനോട് എന്തൊക്കെയൊക്കെ ചോദിക്കാൻ തുടങ്ങി. പാർത്തും അതിന് മറുപടി പറയാൻ തുടങ്ങി. പക്ഷെ അവൻ്റെ മനസ്സിൽ വേറെ എന്തൊക്കെയോ ചിന്തകൾ അലട്ടിക്കൊണ്ടിരുന്നു. അതവൻ്റെ മുഖത്താൻ പ്രേരിപ്പിച്ചതുമില്ല. റിസപ്ഷൻ തീർന്നതും നിർമ്മലയും ദേവും പാർത്തും സിദ്ധും ഊർമിളയും അവരെ വീട്ടിലേക്കും കരണം ഋത്തിക്കും മായയും രവിയും അവരെ വീട്ടിലേക്കും പോയി. വീട്ടിലെത്തി പാർത്ത് നേരെ ലച്ചുവിൻ്റെ റൂമിലേക്ക് നടന്നു. തുറന്നിട്ട ഡോർ അവൻ തള്ളി തുറന്ന് അകത്തിട്ട് കയറിയതും അവൻ കണ്ടത് പാർത്തേട്ടാ, ത്രിലോക്, നീ ഒന്നും മിണ്ടണ്ട. ലച്ചു, നീ പറ, എന്താ ഇവിടെ നടക്കുന്നേ? പാർത്തേട്ടാ, അത് ഞങ്ങൾ നിനക്കൊന്നും പറയാനില്ലല്ലേ? ഇല്ലെന്ന് എനിക്കറിയായിരുന്നു. പിന്നെ ഈ ചോദ്യം ചോദിക്കണ്ടേന്ന് കരുതി ചോദിച്ചതേ ഉള്ളൂ. ഇനി നീ ഒന്നും പറയണ്ട. കാണാനുള്ളതും കേൾക്കാനുള്ളതും അറിയാനുള്ളതെല്ലാം ഞാൻ അറിഞ്ഞത്തോളം എനിക്ക് മതിയായി. എനിക്കെന്തായാലും ഇതിലൊരു തീരുമാനം വേണം. അതെന്തായാലും ഇവിടെ വെച്ച് വേണ്ട, എല്ലാവരും മുന്നിൽ വെച്ച് മതിയേ. അതും പറഞ്ഞു പാർത്ത് ലച്ചുവിൻ്റെ കൈയും പിടിച്ച് അവളെ താഴേക്ക് കൊണ്ടുപോയി. പുറകെ ത്രിലോകും. താഴേക്ക് കലിച്ചുകൊണ്ടിറങ്ങി വരുന്ന പാർത്തും കൂടെ വരുന്ന ലച്ചുവിനെയും പുറകെ വരുന്ന ത്രിലോകിനെയും കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടി. പാർത്ത്, നിങ്ങൾക്കെല്ലാവർക്കും എന്ത് പറ്റി? നിങ്ങളുടെയൊക്കെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. എന്താ പാർത്ത് പ്രശ്നം? അമ്മേ, അച്ഛ, നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് എനിക്ക് ലച്ചുവിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. അത് ക്ലിയർ ചെയ്ത ശേഷം ഇവിടെ കല്യാണം നടത്തണോ ആരോ കൂടെ നടത്തണോ എന്നൊക്കെ ഒന്നോടെ നമുക്ക് തീരുമാനിക്കാം. ത്രിലോക്, നീ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? എന്ത് ക്ലിയർ ചെയ്യാൻ? നിങ്ങളുടെ എന്താ പ്രശ്നം? എന്താ കാര്യം പറ നിങ്ങൾ. അത് ഞാൻ ഇപ്പൊ തന്നെ ഇവളോട് ചോദിക്കും, അപ്പൊ എല്ലാവർക്കും മനസ്സിലായിക്കോളും. ലച്ചു പാർത്തിനെ നോക്കി, പാർത്ത് ലച്ചുവിനെ നോക്കി.
പാർത്തേട്ടാ. ലച്ചു, നീ എന്നെ അങ്ങനെ വിളിക്കരുത്. നിനക്ക് എങ്ങനെയാണ് എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്? എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്കറിയോ? ഞാൻ എൻ്റെ സമനില തെറ്റി ഇവിടെ നിൽക്കുന്നത്. ഓരോന്ന് കണ്ടപ്പോഴും കേട്ടപ്പോഴും അറിഞ്ഞപ്പോഴൊക്കെ അത് സത്യമാകല്ലേ എന്നാ പ്രാർത്ഥിച്ചത്. പക്ഷെ ഇപ്പോൾ അതൊക്കെ സത്യമാണെന്ന് പറഞ്ഞ് എൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യണ്ടേ? നീ പറയടി, ഞാൻ എന്താ ചെയ്യണ്ടേ? ലച്ചു, നീ പറ, എന്താ നിന്റെ ഉദ്ദേശം? പറ ലച്ചു, എന്താ നിന്റെ ഉദ്ദേശം? എന്നെ കിട്ടിയിട്ട് ഇവന്റെ കൂടെ കിടക്കാനാണോ അല്ല വേറെ വല്ലതാണോ? നീ എന്താ ഈ പറയുന്നേ? അമ്മ, ഇത് ഞങ്ങളുടെ ഇടയിലെ പ്രശ്നമാണ്. ഇത് ഞങ്ങൾ പറഞ്ഞു തീർക്കട്ടെ. പറ ലച്ചു, നിന്റെ ഉദ്ദേശം എന്താ? നീ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ലച്ചു, നീ എൻ്റെ ഒരേ ഒരു ചോദ്യത്തിന് മാത്രം ഉത്തരം തന്നാൽ മതി. എനിക്കത് മാത്രം മതി. പറ, നിനക്ക് എന്നെ വേണോ അല്ല ത്രിലോകിനെ വേണോ? നിനക്ക് മിസ്സസ് ലക്ഷ്മി പുറത്താകണോ അല്ല മിസ്സസ് ലക്ഷ്മി ത്രിലോകാകണോ? പറ ലച്ചു. എനിക്ക് ത്രിലോകേട്ടനെ മതി.